മനസ്സിന്റെ മൈതാനത്തെ മണവാട്ടി. നീലയും മഞ്ഞയും കലർന്ന വർണ്ണവിളക്കുകൾ വാരി വിതറിയ വെളിച്ചത്തിൽ, ഇശൽ രാഗങ്ങളുടെ ഈണത്തിൽ ഒത്തു വട്ടൂർ പൊന്മാളിക വീട് അന്ന് തിളങ്ങുകയായിരുന്നു. അത്തറിന്റെയും മുല്ലപ്പൂവിന്റെയും സുഗന്ധം വായുവിൽ ഒരു മൂടുപടം പോലെ പടർന്നു നിന്നു. പുറമെ നോക്കുന്നവർക്ക് അതൊരു മനോഹരമായ നിക്കാഹ് വീടായിരുന്നു. ആ വർണ്ണവിളക്കുകളുടെ നിഴലുകൾക്കിടയിൽ ആരുമറിയാതെ പ്രണയത്തിന്റെ കനൽ പോലെ എന്തോ ഒന്ന് ആ മുറ്റത്ത് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നിക്കാഹിന്റെ ആഘോഷങ്ങൾക്കിടയിലും വെളിച്ചം കാണാൻ കൊതിക്കുന്ന ഒരു പ്രണയം. വീട്ടുമുറ്റത്ത് വിരിച്ച പന്തലിന് താഴെ ഉമ്മമാരും ഉപ്പമാരും ബന്ധുക്കളും ചേർന്ന് ആഷിഖിന്റെയും ജസ്നയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസത്തിന് സാക്ഷ്യം വഹിക്കാൻ കാത്തുനിൽക്കുന്നു. ആഘോഷത്തിന്റെ തിരക്കുകൾക്കിടയിലും ആൾക്കൂട്ടത്തിന്റെ നടുവിലും മിദ്ലാജിന്റെ കണ്ണുകൾ മറ്റൊരാളെയാണ് തിരയുന്നത്. വധുവിന്റെ കൂട്ടുകാരികളുടെ തിരക്കിൽ പർദ്ദയുടെയും വസ്ത്രങ്ങളുടെയും വർണ്ണങ്ങൾക്കിടയിൽ മുബീനയുടെ മുഖം കണ്ടെത്താനുള്ള അവന്റെ ശ്രമം ആ കല്യാണ പന്തലിലെ എല്ലാ സംസാരങ്ങൾക്കും ശബ്ദങ്ങൾക്കുമപ്പുറം ഒരു മൗനമായ പ്രണയത്തിന്റെ തിരുനോട്ടമായിരുന്നു. ആരും ശ്രദ്ധിക്കാത്ത ആ നോട്ടങ്ങൾക്കിടയിൽ ഒരു കുസൃതി നിറഞ്ഞിരുന്നു. ആ നോട്ടം മുബീനയുടെ കണ്ണുകളിൽ പതിയുമ്പോൾ അവൾ നാണത്തോടെ തലകുനിച്ചു. അവിടെ നിക്കാഹിന്റെ പ്രാർത്ഥനകൾക്കിടയിൽ ആരുമറിയാതെ രണ്ട് ഹൃദയങ്ങൾ മറ്റൊരു സ്വപ്നലോകം പണിയുകയായിരുന്നു. അവരുടെ പ്രണയം കാറ്റിൽ അലയുന്ന ഒരു ഗസൽ പോലെ മനോഹരമായിരുന്നു. എപ്പോഴാണ് ആ പ്രണയത്തിന്റെ ചെറിയ കെട്ടുകൾ മുറുകാൻ തുടങ്ങിയത് എന്ന് അവർ പോലും അറിഞ്ഞിരുന്നില്ല. മുബീനയുടെ തുടിക്കുന്ന ഹൃദയത്തിലെ ഓരോ സ്പന്ദനവും മിദ്ലാജിനു വേണ്ടിയുള്ള ഒരു പ്രണയ കൊട്ടാരം നെയ്തുകൊണ്ടിരുന്നു. ആരും അറിയാതെ മുബീന തന്റെ ഇളം മനസ്സിൽ മന്ത്രിച്ചു. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. പറയാൻ ഒരുപാട് വാചകങ്ങൾ ഉള്ളപ്പോഴും ഒരക്ഷരം പോലും മിണ്ടാനാവാതെ നാവ് കുരുങ്ങും. അപ്പോൾ കണ്ണുകൾ മൗനത്തിന്റെ ഭാഷയിൽ സംസാരിക്കും. ആ മൗനം വാക്കുകളേക്കാൾ തീവ്രമായിരിക്കും.